ഭയങ്കര നന്നായി പാടി. വീട്ടിൽ ഒരക്ഷരം മിണ്ടാത്ത അച്ഛൻ പോലെ കണ്ണ വല്ലതും പറയണ്ട കണ്ണ. പാലക്കാടുകാരന്റെ കൂടെയാണോ തിരുവനന്തപുരം എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒരു ചാൻസ് ഒരു ഫിനാലെ ചെയ്യാൻ പോവാ. സത്യം പറഞ്ഞ ഇതില് നീ ജയിച്ചോ ഞാൻ ജയിച്ചോ എന്ന് നമ്മൾ പറയാൻ പാടില്ല. അവര് തമ്മില നമുക്കൊരു അതെ അവര് തമ്മിലായത് നമുക്ക് നുണ പറയാത്ത ഒരു അച്ഛനെ കിട്ടും ഇവിടെ. എല്ലാ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ ഇരിക്കണം. അല്ല സത്യം പറഞ്ഞ അച്ഛന്മാരെ നുണ പറയാറില്ല. പിന്നെ വേണ്ടി വന്നാൽ ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ സിബിനച്ഛൻ നുണ പറയില്ല. സിബിനച്ഛൻ അങ്ങോട്ട് വാ. ഇത് അച്ഛനൊന്നുമല്ല, ഇത് വേറെ കളക്ടറെ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ. ഇന്ന് അച്ഛൻ ലീവാണോ? PR അച്ഛനായിട്ട് വിളിക്കപ്പാ. അച്ഛൻ ഏതോ ഭയങ്കര നല്ലവനാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റേ സെയിന്റിന്റെ പരിപാടി ഒന്നുമില്ല അല്ലേ? മധ്യസ്ഥനൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റണം. അത് ഇന്ന് നുണ പറഞ്ഞു. ഇന്ന് നുണ പറഞ്ഞോ? ആരോടെ പറഞ്ഞു? ഭാര്യയോടോ? ഇതൊന്നും പറയും. എന്റെ ദൈവം ഇവിടെ കുടുംബകാലം ഉണ്ടാക്കിയിട്ട് ഞാൻ പോവുള്ളൂ. ഇല്ല വേറെ ആരെല്ലാം നുണ പറയാ? നീ നുണ പറയടാ. നുണ പറയും. ജസ്റ്റിൻ കുമാർ അച്ഛൻ എന്താ വന്നു? അച്ഛൻ അങ്ങോട്ട് വാ. അച്ഛന്റെ മീശ കണ്ടറിയാൻ അച്ഛൻ ഒറ്റ നുണ പറഞ്ഞിട്ടില്ല. അച്ഛൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കയറൊക്കെ ചുറ്റി കയറഴിച്ചു. വാ അച്ഛൻ ഇങ്ങോട്ട് വരൂ. ഞാൻ അച്ഛനെ നോണ്ടിട്ടെന്നെ പറഞ്ഞ നുണ പറയാത്ത അച്ഛൻ കറക്റ്റ് ആയിട്ട് ആൾക്കാരെല്ലാവരും കൂടി പറഞ്ഞു. അച്ഛാ ഇതൊരു തമാശയാണ്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇത് എല്ലാവരും നുണ പറയാം. അവസരത്തിലൊന്നും നമുക്ക് ജീവിക്കണമല്ലോ. ഞാൻ തമാശയായിട്ട് പറഞ്ഞതാ. മക്കളെ അച്ഛനാണ് ഇന്നത്തെ റഫറി. കേട്ടില്ലേ? നമ്മളൊക്കെ ഉറക്കപ്പാണി നമ്മളിന്ന് കപ്പ് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ കണ്ണാ ഇങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്ത് അവരെ നമ്മുടെ സൈഡിലെ റഫറി വന്നിരിക്കുന്നത്. നമ്മൾ പ്രാവശ്യം ജയിക്കില്ലേ? കമോൺ മാറ്റിക്കരുത്. കമോൺ വേണ്ടി പോകേണ്ടതാണ്. ഒരുമിച്ച് മക്കളെ കലക്കിട. ഇനി മേലാൽ മത്സരം കഴിഞ്ഞു. ഇനി അച്ഛൻ ഈ കയ്യോ നീട്ടിയാൽ ആ സൈഡ് ജയിക്കുന്നതാണ്. അച്ഛൻ നുണ പറയാതെ അച്ഛൻ ആ സൈഡിലായിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ അതൊന്നും വിചാരിക്കാതെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് യേശുവിനെ അച്ഛൻ കൈ കാണിക്കൂ. അവര് സൂപ്പറാണ്. അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും ഇപ്പൊ ഇവര് സൂപ്പർ അല്ലേ? സൂപ്പർ അല്ല എന്റെ അഭിപ്രായമല്ലേ? രണ്ടുപേരും ഗംഭീരമായിട്ട് പാടി. ഒരു തരം ഒന്നാം തരം വഞ്ചനയായി പോയി. സാരമില്ല, നിങ്ങൾക്ക് കപ്പ് തന്നിരിക്കുന്നു. അച്ഛന്റെ ഭാര്യ എവിടെ എനിക്കറിയണം. അപ്പ മനസ്സിലാക്കിക്കോ. കൊച്ചമ്മ അവിടെ ഇരിക്കുക. കൊച്ചമ്മേനെ ജയിക്കാൻ വിടുവോ? അത് തമാശ. താങ്ക് യു. നിങ്ങൾ നന്നായി പാടി. പക്ഷെ ഇത്തിരി സൗണ്ട് നമുക്കല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആണോ? ഇവരും പാടി രണ്ടുപേരും നന്നായിട്ട് പാടി. പക്ഷെ കുറച്ച് സൗണ്ട് കൂടുതലാണ്. കുഴപ്പമില്ല, നമുക്ക് ഈ മീശ ഉള്ളതുകൊണ്ട് വെറുതെ വിടാം. കാരണം അത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. കുപ്പായൊക്കെ ഇട്ട് അച്ഛനാന്ന് പറയണ്ട്. അല്ല താങ്ക് യു അച്ഛാ. അച്ഛന് പേര് താങ്ക് യു. ജസ്റ്റിൻ കുമാർ അച്ഛൻ. എല്ലാവരും കൈകൊട്ടിക്കുക. ഈ ധൈര്യം സത്യം പറഞ്ഞാൽ ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. താങ്ക് യു.
അപ്പൊ അച്ഛാ നിങ്ങൾ നന്നായി പാടി, പക്ഷെ നമ്മൾ നന്നായി പാടിട്ടോ. ഗംഭീരമായിട്ട് പാടി, രണ്ട് സൈഡ് അടിപൊളിയായിട്ട് പാടി. ചേട്ടാ സൂപ്പർ ആയിട്ട് പാടി. ഓക്കെ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മുടെ എനർജി. അത് നല്ല എനർജി, അതുകൊണ്ടാണ്. വാ ചക്കര വാ, നമുക്ക് കോറസ് തുടങ്ങിയാലോ ഒന്നുകൂടി എല്ലാവരും ഒരുമിച്ച് പാടിക്കാം. വാ.